എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിന്റെ 2013 നടന്ന ന്യൂ സ്കീം അനുസരിച്ചുള്ള ചോദ്യപേപ്പറിന്റെ വിശകലനമാണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിൽ നിന്ന് ഈ ചോദ്യ പേപ്പറിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. കാരണം നമുക്ക് പുതിയ സിലബസിൽ അതില്ല. എന്നാലും നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് പുതിയ കാര്യങ്ങൾ, അതായത് ചോദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ പദം 5ഉം പൊതുവ്യത്യാസം 4ഉമായ ഒരു സമാന്തര ശ്രേണി എഴുതുക. ഈ ശ്രേണിയിലെ 11ാം പദം എത്ര? അപ്പൊ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യ പദം 5, പൊതുവ്യത്യാസം 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനോട് 4 കൂട്ടിയാൽ അടുത്ത പദം കിട്ടും 9. ഇതിനോട് 4 കൂട്ടിയാൽ അടുത്ത പദം കിട്ടും, വീണ്ടും 4 കൂട്ടിയാൽ പദം കിട്ടും. ഇതാണ് സമാന്തര ശ്രേണി. ഈ ശ്രേണിയുടെ 11ാം പദം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ പൊതുവ്യത്യാസം നമുക്കറിയാം 4 ആണ്. അപ്പൊ ഇതിന്റെ 11ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ബീജഗണിതം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കൊരു ബീജഗണിതം എന്ന് പറയുമ്പോൾ xn സമം dn പ്ലസ് f മൈനസ് d, ഇതാണ് സമവാക്യം. അപ്പൊ d എന്ന് പറയുന്നത് 4, അപ്പൊ 4n പ്ലസ് f എന്ന് പറയുന്ന ആദ്യ പദമാണ്, അപ്പൊ 5 മൈനസ് d എന്ന് പറയുന്നത് 4. അപ്പൊ ഇവിടെ നമുക്ക് 4n, 5 4 കുറച്ചാൽ 1 ആണ് കിട്ടുക. അപ്പൊ 4n പ്ലസ് 1 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ 11ാം പദം എന്ന് പറയുന്നത് n എന്നുള്ള സ്ഥാനത്ത് 11 കൊടുത്താൽ, അപ്പൊ 4 ഗുണിക്കണം 11 പ്ലസ് 1, 4 11 നമുക്കറിയാം 44. ഇതിലേക്ക് 1 കൂട്ടിക്കഴിഞ്ഞാൽ 45. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കാണ് കിട്ടുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ് ABC. കോൺ BAC സമം 60 ഡിഗ്രി ആയാൽ ക്വസ്റ്റ്യൻ എ കോൺ BOC എത്ര? ക്വസ്റ്റ്യൻ ബി ത്രികോണം OBCയുടെ മറ്റു കോണളവുകൾ കാണുക. ചോദ്യത്തിൽ പറഞ്ഞ ചിത്രം ഇവിടെ കാണാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോൺ BOC എത്ര എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഈ കോണിന്റെ അളവ് BACയുടെ അളവ് 60 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന്റെ ഇരട്ടിയായിരിക്കും ഈ കോണളവ് ഉണ്ടാവുക. അപ്പൊ ഇത് എത്രയാണ്? 120. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് ത്രികോണം BOC, ഈ കാണുന്ന ത്രികോണത്തിന് മറ്റു കോണളവുകൾ, അതായത് ഈ കോണിന്റെ അളവും കിട്ടണം, ഈ കോണളവും കിട്ടണം. അപ്പൊ നമുക്കറിയാം ഈ ത്രികോണത്തിൽ BO എന്നുള്ളതും CO എന്നുള്ളതും ആരങ്ങളാണ്. അതായത് ഈ വൃത്തത്തിന്റെ ആരമായതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്. തുല്യമായതുകൊണ്ട് തന്നെ ഈ 2 കോണളവുകളും തുല്യമായിരിക്കും. അപ്പൊ നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ ആകെ കോണളവ് 150 ഡിഗ്രിയാണ്. ഇതിൽ നിന്ന് 120 കുറക്കുക, എന്നിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോണളവും കിട്ടും. അപ്പൊ 150-ൽ 120 കുറച്ചാൽ നമുക്കറിയാം 60. 60ന്റെ പകുതി എന്ന് പറയുന്നത് 30 ഡിഗ്രി. അപ്പൊ ഈ കോണളവ് 30 ഡിഗ്രി, ഈ കോണളവ് 30 ഡിഗ്രി. അപ്പൊ ഇത്ര മാത്രമേ ഇതിൽ പഠിക്കേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോണളവിന്റെ ഇരട്ടിയായിരിക്കും കേന്ദ്ര കോണ്, ഇതിന്റെ പകുതിയായിരിക്കും ഇവിടെ. ഈ ഒരു പോയിന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, രാധയ്ക്കും രാജുവിനും കൂടി ദിവസക്കൂലിയായി ഒരു ദിവസത്തേക്ക് 900 രൂപ കിട്ടും. രാജുവിന് രാധയേക്കാൾ 200 രൂപ കൂടുതൽ ലഭിക്കുമെങ്കിൽ ഓരോരുത്തരുടെയും ദിവസക്കൂലി എത്ര വീതമാണ്? അപ്പൊ ഇവിടെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 900-ൽ നിന്ന് അധികമുള്ള ഈ 200 ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ 900-ൽ നിന്ന് 200 കുറച്ചാൽ 700 രൂപ ഉണ്ടാവുക. 700ന്റെ പകുതി എടുത്താൽ 350. അപ്പൊ ഒരാൾക്ക് 350-ഉം മാറ്റിവെച്ച 200 മറ്റാളിലേക്കും കൂട്ടിക്കഴിഞ്ഞാൽ 550. അപ്പൊ 350, 550 ആണ് ഉത്തരം ഉണ്ടാവുക. നമ്മളിത് കണക്ക് വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 പേർക്കും 900 രൂപ കിട്ടും. പിന്നെ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള എന്താണ്? രാജുവിന് രാധയേക്കാൾ എന്നാണ്. അപ്പൊ രാധക്ക് നമുക്ക് കിട്ടുന്ന കൂലി നമുക്ക് X കൊടുക്കാം. രാജുവിന് നമുക്ക് കൊടുക്കേണ്ടത് രാധയേക്കാൾ 200 രൂപ കൂടുതലാണ്. അപ്പം രാധക്ക് Xഉം രാജുവിന് X + 20 കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് X + X + 200 സമത്രമായിരിക്കും 900. അപ്പൊ ഇവിടെ Xഉം Xഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2X എന്ന് കിട്ടും. +200 സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ
900 മൈനസ് 200 എന്നായി. അപ്പൊ ഇവിടെ നോക്കൂ 2x സമം 900 നിന്ന് 200 കുറച്ചാൽ 700 എന്ന് കിട്ടി. അപ്പൊ x സമം 700, ഈ ഗുണിക്കണ 2നെ കൊണ്ടുപോകുമ്പോ ഹരിക്കണ 2. അപ്പൊ 700ന്റെ പകുതി എടുത്താൽ നമുക്ക് 350. അപ്പൊ ഇവിടെ നോക്കൂ രാധയുടെ കൂലി എന്ന് പറയുന്നത് 350. രാജുവിനാവുമ്പോ ഇതിലേക്ക് ഒരു 200 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 550. ഇപ്പൊ രണ്ടുപേരുടേതും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം, ഒരു മട്ടത്രികോണം എ ബി സിയിൽ കോൺ ബി സമം 90 ഡിഗ്രി ആകുന്നു. കോസ് എ സമം 12/13 ആയാൽ ടാൻ എ സമം കാണുക. അപ്പൊ ഇവിടെ നോക്കാം, ചോദ്യത്തിൽ പറഞ്ഞ ആ ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ കോൺ ബി സമം 90 ഡിഗ്രിയാണ്. അതുപോലെ കോസ് എ സമം 12/13. അപ്പൊ നമുക്കറിയാം കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോസ് എ എന്ന് പറഞ്ഞാൽ എയുടെ സമീപവശം ബൈ കർണം എന്നാണ്. അപ്പൊ സമീപവശം കോൺ എ ഇവിടെ ഉണ്ട്, ഇതിന്റെ സമീപവശം എന്ന് പറയുന്ന ഈ വശം, അതായത് എ ബി എന്നാണ്. എ ബിയുടെ നീളം 12. അടിയിൽ നോക്കൂ കർണമാണ്. അപ്പൊ കർണം എന്ന് പറയുന്നത് എ സി ആണ്, ഇതിന്റെ നീളം 13. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ എ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടാൻ എ എന്ന് പറഞ്ഞാൽ എയുടെ എതിർവശം. അപ്പൊ എയുടെ എതിർവശം എന്ന് പറയുന്നത് ബി സി ബൈ കർണം എന്ന് പറയുന്നത് എ സി. അപ്പൊ ചോദ്യത്തിൽ എ സിയുടെ നീളം തന്നിട്ടുണ്ട്, ബി സിയുടെ നീളം തന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ നീളം കണ്ടുപിടിക്കണം. അപ്പൊ നീളം കണ്ടുപിടിക്കാൻ ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ പാദവശമാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി സി എന്ന് പറയുന്നത് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ എന്ന ലംബം സ്ക്വയർ. ഇപ്പൊ 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169, 12ന്റേത് 144. 169ൽ നിന്ന് 144 കുറച്ച് നമുക്ക് 25 എന്ന് കിട്ടും. 25ന്റെ റൂട്ട് എന്ന് പറയുന്നത് 5. അതായത് ബി സിയുടെ നീളം എന്ന് പറയുന്നത് 5. അപ്പൊ നമ്മൾ ടാൻ എ എന്ന് ചോദിച്ചാൽ ബി സി ബൈ എ സി. അപ്പൊ ബി സി എന്ന് പറയുന്നത് 5, എ സി എന്ന് പറയുന്നത് 13. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 3 അളവുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സൈന്, കോസ്, ടാൻ. സൈന് എ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം, കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം, ടാൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. ഈ 3 സമവാക്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ അളവുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എ എന്ന കോണിന്റെ സമീപവശമാണ് ഈ കാണുന്നത്, എ എന്ന കോണിന്റെ എതിർവശമാണ് ഈ കാണുന്നത്. ഇത് എപ്പോഴും കർണമായിരിക്കും. ഇനി സി ആകുമ്പോൾ ശ്രദ്ധിക്കുക, കോൺ സിയുടെ സമീപവശമാണ് ബി സി, കോൺ സിയുടെ എതിർവശമാണ് എ ബി, എ സി എന്നുള്ളത് കർണമാണ്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം, ഉത്തര പേപ്പറിൽ എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് ആധാര ബിന്ദു അടയാളപ്പെടുത്തുക. എക്സ് അക്ഷത്തിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദു അടയാളപ്പെടുത്തി അതിന്റെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പൊ ബോർഡിൽ കാണാം എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ ആധാര ബിന്ദു അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, ഇതിനെയാണ് നമ്മൾ എക്സ് അക്ഷം എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ വൈ അക്ഷം എന്ന് പറയുന്നത്. എക്സ് അക്ഷത്തിന്റെ വലതുഭാഗത്ത് പോസിറ്റീവ് നമ്പറുകളായിരിക്കും, ഇടതുഭാഗത്ത് നെഗറ്റീവ് നമ്പറുകളായിരിക്കും. അതുപോലെ വൈ അക്ഷത്തിന്റെ താഴ്ഭാഗത്തുള്ളത് നെഗറ്റീവ് നമ്പറുകൾ, മുകളിലോട്ടുള്ളത് പോസിറ്റീവ് നമ്പറുകൾ. അപ്പൊ ഇതിന്റെ ആധാര ബിന്ദു, അതായത് ഒറിജിൻ എന്നൊക്കെ പറയുന്നത് എക്സ് അക്ഷവും വൈ അക്ഷവും കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവാണ് ആധാര ബിന്ദു. അപ്പൊ ഇതിന് നമുക്ക് ഇവിടെ ആധാര ബിന്ദു എന്ന് എഴുതി കൊടുക്കാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് അക്ഷത്തിൽ ഏതെങ്കിലും ഒരു ബിന്ദു അടയാളപ്പെടുത്തി അതിന്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇതൊക്കെ എക്സ് അക്ഷത്തിലുള്ള ബിന്ദുക്കളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ബിന്ദു ഞാൻ ഇവിടെ 3 എന്നുള്ള സ്ഥാനത്ത് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് എക്സ് അക്ഷത്തിലാവുമ്പോൾ 3 ആണ്. നമ്മൾ സൂചക സംഖ്യ എപ്പോഴും എഴുതുമ്പോൾ 2 നമ്പർ ഉണ്ടാവും. ഈ 2 നമ്പറിൽ ആദ്യത്തെ നമ്പർ എക്സ് ആയിരിക്കും. അപ്പൊ എക്സ് അക്ഷത്തിലെ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഈ ബിന്ദുവിൽ കൂട്ടിമുട്ടുന്ന വൈ അക്ഷം നോക്കൂ, ഇതാണ് വൈ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു വര വരച്ചാൽ 0-ലേക്കാണ് എത്തുന്നത്. അപ്പൊ ഇവിടെ 3, 0. ഇനി അടുത്ത ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇവിടുത്തെ സൂചക സംഖ്യ എന്ന് പറയുന്നത് 4, 0. ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നതെങ്കിൽ 2, 0. ഇവിടെയാണ് അടയാളപ്പെടുന്നതെങ്കിൽ 1, 0. ഇനി ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ -3, 0. ഇവിടെയാണെങ്കിൽ -2, 0. ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ കാണേണ്ടത്.
ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം നോക്കാം. വൃത്താകൃതിയിലുള്ള ഒരു പലകയുടെ പരപ്പളവ് 1256 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഈ പലകയിൽ നിന്ന് കേന്ദ്രകോണിന്റെ അളവ് 45 ഡിഗ്രി ആയ ഒരു വൃത്താംശം മുറിച്ചു മാറ്റുന്നു. ശേഷിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്ര? അപ്പൊ ഈ ചോദ്യത്തിൽ വൃത്താംശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വൃത്താംശം നമുക്ക് ഈ പുതിയ സ്കീമിൽ പഠിക്കാനില്ല, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വരാകുന്ന ചോദ്യങ്ങൾ നോക്കാം. ഇതാണ് ഈ ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു പലക, ഈ പലകയിൽ നിന്ന് 45 ഡിഗ്രി ഈ ഭാഗം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഭാഗം. ഈ ശേഷിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത് 1256 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ പുതിയ സ്കീമിൽ ചോദിക്കുന്നത് പരപ്പളവ് തന്നുകൊണ്ട് അതിന്റെ ആരം എത്രയെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുപിടിക്കാം. പൈ ആർ സ്ക്വയർ എന്നാണ് വൃത്തത്തിന്റെ പരപ്പളവിന് പറയുന്നത്. അപ്പൊ പൈ ആർ സ്ക്വയർ സമം 1256 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇവിടെ പൈ എന്നുള്ളതിന്റെ വില നമുക്കറിയാം 3.14. അപ്പൊ ആർ സ്ക്വയർ സമം 1256 ഹരിക്കണം 3.14. അപ്പൊ ഇവിടെ നോക്കാം, ഈ 1256 പോയിന്റ് ഇല്ല, താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഹരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പോയിന്റ് ഇല്ലാതെയാക്കണം. അപ്പൊ പോയിന്റ് ഇല്ലാതെയാക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്. അപ്പൊ നമ്മൾ 2 0 കൊണ്ട് ഗുണിക്കുക, അതായത് 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ താഴെ ഗുണിക്കുമ്പോൾ മുകളിലും 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് ആർ സ്ക്വയർ സമം 1256 കൊടുക്കുക, എന്നിട്ട് 2 0 ഹരിക്കണം. ഇവിടെ പോയിന്റ് ഉള്ള സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് ഇല്ലാതെയായി മാറും. അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ആർ സ്ക്വയർ സമം, അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3.14. ഇതിന്റെ ഇരട്ടി നമ്മൾ കണ്ടുപിടിക്കുക 6.28. ഇതിന്റെ 3 കൊണ്ടുള്ള ഗുണിതം എന്ന് പറയുമ്പോൾ 9.42. ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ, അതായത് 3.14 4 കൊണ്ട് ഗുണിച്ചാൽ, അതായത് 4 പൈ എന്ന് പറയുന്നത് 12.56. ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഹരിക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, 1256, ഇവിടെ 12.56, അതായത് 3.14, അതായത് 314. ഇതിൽ എത്ര പ്രാവശ്യം ഉണ്ടാവും? 4 പ്രാവശ്യം. അപ്പൊ ഇതൊന്ന് എല്ലാവരും ഈ പാഠത്തിൽ കാണാതെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. 3.14, 6.28, 9.42, 12.56, അതായത് ഇതിന്റെ ഇരട്ടിയാണ്. ഇത് 2 കൂട്ടിയിട്ടാണ് ഇത് കിട്ടി. ഇതിലേക്ക് ഒന്നും കൂടെ കൂട്ടിയാൽ ഇത്ര കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 400 എന്ന് കിട്ടി. അതായത് ആർ സ്ക്വയർ സമം 400. അപ്പൊ ആർ സമം √400 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്കറിയാം 400ന്റെ റൂട്ട് എന്ന് പറയുന്നത് 20 ആണ്. അതായത് 20 × 20 ആണ് 400. അപ്പൊ ആരം എന്ന് പറയുന്നത് 20. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ആരം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പരപ്പളവ് തന്നിട്ട് ആരം കണ്ടുപിടിക്കാനാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഇവിടെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഈ കാണുന്ന ശേഷിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എന്ത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ പരപ്പളവ് എന്ത് ചെയ്യണം? കുറക്കണം. അപ്പൊ 1256 ഗുണിക്കണം x ഡിഗ്രി ബൈ 360 എന്നാണ് ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം. അപ്പൊ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി ബൈ 360 എന്നുള്ളതാണ്. അപ്പൊ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 1256 ആണ്. അപ്പൊ 1256 ഗുണിക്കണം എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പൊ 45/360. ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1.8 എന്നാണ് കിട്ടുക. 8 12.56, അതായത് 8 12 1 പ്രാവശ്യം, ശിഷ്ടം 4 ഉണ്ടാവും. 45 5 പ്രാവശ്യം, 56 7 പ്രാവശ്യം, അതായത് 157 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഈ ശേഷിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1256 നിന്ന് 157 കുറച്ചാൽ ഉത്തരം കിട്ടും. അപ്പൊ 16 നിന്ന് 7 കുറച്ചാല് നമുക്കറിയാം 9 ആണ്. ഇവിടെ 4 ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടുന്ന് 1 എടുത്താൽ 14 നിന്ന് 5 കുറച്ചാൽ 9 ഉണ്ടാവും. ഇവിടെ 11 നിന്ന് 1 കുറച്ചാൽ 10, അതായത് 1099 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. പക്ഷെ ഇതൊന്നും നമുക്ക് ഇപ്പൊ പുതിയ സ്കീമിൽ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഭാഗത്ത് ചോദിക്കുന്നത് പരപ്പളവ് തന്നുകൊണ്ട് അതിന്റെ ആരം കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ ചുറ്റളവ് തന്നുകൊണ്ട് ആരം കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ, വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr. ഈ 2 സമവാക്യങ്ങൾ നമ്മൾ
പഠിച്ചു വെക്കണം. അതായത് പൈ എന്നുള്ളതിന്റെ വില 3.14. ഇത്രയും കാര്യങ്ങളാണ് വൃത്തങ്ങൾ എന്ന പാഠത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഭാഗം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം, സംഖ്യാരേഖ വരച്ച് റൂട്ട് 5ന്റെ സ്ഥാനം അടയാളപ്പെടുത്തുക. ഇത് എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ഒരു ചോദ്യമാണ്. ഏത് പരീക്ഷയ്ക്ക് നോക്കിയാലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. അതായത് റൂട്ട് 5 അല്ലെങ്കിൽ റൂട്ട് 3, റൂട്ട് 7 ഇങ്ങനെയുള്ള തുടങ്ങിയ സംഖ്യകളാണ് ചോദിക്കാറുള്ളത്. ഈ 2013 ചോദിച്ചിരിക്കുന്ന റൂട്ട് 5ന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ. അപ്പൊ സംഖ്യാരേഖ വരക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു രേഖ വരക്കുക. രേഖ വരച്ചിട്ട് 0, 1, 2, 3 നമ്മളൊരു കൃത്യമായിട്ടുള്ള അളവിൽ കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൂട്ട് 5 അടയാളപ്പെടുത്താനാണ്. അപ്പൊ റൂട്ട് 5 അടയാളപ്പെടുത്താൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക, റൂട്ട് 5 എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കുക. ഒരു മട്ട ത്രികോണമാണ് രൂപപ്പെടുത്തേണ്ടത്. അപ്പൊ മട്ട ത്രികോണത്തിന്റെ പാദവശം 2 യൂണിറ്റും ഇതിന്റെ ലംബവശം 1 യൂണിറ്റുമായാൽ ഇതിന്റെ കർണവശം എന്ന് പറയുന്നത് റൂട്ട് 5 ആയിരിക്കും. ഈ അധ്യായം, അതായത് രേഖീയ സംഖ്യകൾ എന്ന അധ്യായത്തിൽ വളരെ വിശദമായിട്ട് നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ വിശദമായി കാണേണ്ടവര് ആ ചാപ്റ്ററിന്റെ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ഇവിടെ നോക്കുക, ഇത് 2 യൂണിറ്റ്, ഇവിടെ 1 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ നീളമാണ് റൂട്ട് 5. ഇനി ഇതുപോലെ തന്നെയാണ് ഇവിടെ 1 യൂണിറ്റ്, മുകളിലോട്ടും 1 യൂണിറ്റ് ആണെങ്കിൽ ഇതിന്റെ കർണം എന്ന് പറയുന്നത് റൂട്ട് 2 ആയിരിക്കും. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ 2 യൂണിറ്റ്, അപ്പൊ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2. മുകളിലേക്കും 1 യൂണിറ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ സ്കെയിൽ വെച്ച് കറക്റ്റ് ആയിട്ട് 1 യൂണിറ്റ് മുകളിലേക്ക് ലംബം വരക്കുക. ഞാനിവിടെ ഏകദേശം മാത്രമേ വരക്കുന്നുള്ളൂ. 1 യൂണിറ്റ് എടുക്കുക. എന്നിട്ട് ഈ 0വും ഇവിടെ കാണുന്ന ഈ ബിന്ദുവുമായി അടയാളപ്പെടുത്തും. ഇതിന്റെ അകലമാണ്, ഇതൊക്കെ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇതിന്റെ നീളമാണ് റൂട്ട് 5 എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ഈ ഭാഗത്ത് വെച്ച് പെൻസിൽ ഈ ഭാഗത്ത് അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വരക്കാം. നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ വരക്കണം ആ ഒരു ആകൃതി. അപ്പൊ ഈ പോയിന്റ് ആണ് റൂട്ട് 5. ഇത്ര മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. എല്ലാ പരീക്ഷക്കും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ, അതായത് ഇതിന്റെ വിശദമായ വീഡിയോ നമ്മൾ രേഖീയ സംഖ്യകൾ എന്ന അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിശദമായിട്ട് ആവശ്യമുള്ളവർ ആ വീഡിയോ കാണുക. ഓക്കെ, ഇന്ന് നമ്മൾ 7 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.